എന്താ ഇപ്പൊ ഇങ്ങനെ നോക്കുന്നത്? പഴയ ആള് തന്നെ. താൻ ഒരുപാട് അറിയുന്ന, തന്നെ ഒരുപാട് അറിയുന്ന ആര്യ. അപ്പു എല്ലാം പറയും. അമ്മയൊന്ന് അറിയേണ്ട രീതിയിൽ ചോദിച്ചാ മതി. എന്നിട്ടും പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എന്താ പോരെ? രാമകൃഷ്ണൻ ഇന്ന് സ്വയം മറന്ന് ആഘോഷിക്കാനുള്ള ദിവസ. ജെയിംസിന് അറിയാലോ, രാമകൃഷ്ണൻ ഒറ്റയ്ക്കല്ല, നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാനുള്ള വിഷയമായത്. നമുക്ക് നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? എന്താ ഇപ്പൊ ഇങ്ങനെ നോക്കുന്നത്? പഴയ ആള് തന്നെ. താൻ ഒരുപാട് അറിയുന്ന, തന്നെ ഒരുപാട് അറിയുന്ന ആര്യ. ഇതുവരെയുള്ള സസ്പെൻസിനൊക്കെ ഗുഡ് ബൈ. ഇനി നേർക്ക് നേരെയുള്ള അംഗം. അതിന് ആര്യ അരയും തലയും മുറുക്കി കച്ച കെട്ടിയത്. നിന്നെ മാത്രം മുന്നിൽ കണ്ട ആര്യ കണക്കുകൾ ഇതുവരെ കൂട്ടിയത്. ഇപ്പോ ഇവിടെ കുടുംബവും ബന്ധങ്ങളും നിന്റെ ഈ ഭാഗ്യങ്ങളും കണ്ടപ്പോ ആര്യ കണക്കൊന്ന് മാറ്റിക്കൂട്ടുക. ഇതുവരെ നീ മാത്രമായിരുന്നു പകരക്കണക്കിൽ. ഇനി നിന്റെ കുടുംബം മുഴുവനാ. എനിക്ക് നീ കാരണം നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങൾ നിനക്ക് നിന്റെ കൺമുമ്പിൽ നഷ്ടപ്പെടണം. അപ്പോഴേ നീ ആ നഷ്ടങ്ങളുടെ വില അറിയൂ. ഈ തറവാടിന്റെ തായ്വേരറ്റ് ബന്ധങ്ങൾ നിലം പൊത്തുന്നത് എനിക്ക് കാണണം. അത് കണ്ടേ ആര്യ തിരിച്ചു പോവൂ. അതുവരെ ഇവിടെ ഈ വീട്ടിലുണ്ടാവും ഞാൻ. നീ അനുവദിച്ചാലും ഇല്ലെങ്കിലും. ആഹാ, സംസാരത്തിലൊക്കെ ഒരു വിറയലുണ്ടല്ലോ. എവിടെ പോയി അപ്പോ നിന്റെ വീരശൗര്യമൊക്കെ ഒരു യാവിയായി പോയോ? ഞാൻ കണ്ട അപ്പു ഉരുക്ക് പോലെ ഉറച്ചതായിരുന്നു. ആ ഉരുക്കിന്റെ ഉറപ്പിനെന്താ ലോഹനാശം സംഭവിച്ചോ? അപ്പു അല്ലാതായോ? പാടില്ല. ആ വീറുറ്റ പോരാളിയെ തേടിയ മനസ്സ് നിറയെ ആയുധങ്ങളും കൂട്ടി ഞാൻ ഇറങ്ങിയത്. ആ വീറില്ലെങ്കിൽ യുദ്ധഭൂമിയിൽ പോരാട്ടം ഏകപക്ഷീയമായി പോവും. എതിർക്കാൻ കെൽപ്പില്ലാത്ത ശത്രുവിന് നേരെ പോരാടാനുള്ള യുദ്ധമുറ എനിക്കറിയില്ല.
അതുകൊണ്ട് നീ ഇറങ്ങണം. ഒരു സായുധ പോരാട്ടത്തിന്റെ മുഴുവൻ വീറോടെ. ആര്യ, നിന്നോട് അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ അറിയാതെയാണോ? എങ്ങനെയായാൽ എന്താ? അതിന്റെ പേരിൽ എനിക്കുണ്ടായ നഷ്ടം തനിക്കറിയോ? ഞാൻ അനുഭവിച്ച വേദന തനിക്കറിയോ? ഒക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോ ഞാനിവിടെ ശരിക്കും പ്രശ്നങ്ങളില്ല. അതിനിടയിൽ നീ എന്നെ തകർക്കരുത്. തകർക്കരുതല്ലേ? തകർന്ന് തളർന്ന് നിന്നെയാ എനിക്ക് വേണ്ടത്. അങ്ങനെയുള്ള നിന്നെ വേട്ടയാടുന്നതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. ഇരയെ ഓടിച്ച് തളർത്തി പിടിക്കുക എന്നത് ചതിയല്ല, ശരിയായ കാട്ടുനീതിയാ. അതിലാ എനിക്ക് താല്പര്യവും. ആര്യ, കാര്യങ്ങൾ നിനക്കും അറിയാവുന്നതല്ലേ? അതൊക്കെ സാഹചര്യങ്ങളായിരുന്നു. അതിന്റെ പേരിൽ നീ ഇവിടെ എനിക്ക് കുഴികുത്തരുത്. അതിനുവേണ്ടി ഞാൻ എന്ത് വേണം നീ പറ. പറഞ്ഞ അപ്പൂനിത് തരാൻ കഴിയോ? എന്നാ നീ കാരണം ഉണ്ടായ നഷ്ടങ്ങളൊക്കെ എനിക്ക് തിരിച്ചുതാ. അതുവരെ ഇവിടെ നിന്റെ സൗഭാഗ്യങ്ങൾക്ക് കുറുകെ ഞാനുണ്ടാവും. എന്നെ തടഞ്ഞാൽ ആഹാ, ഇതാരാ? അപ്പുന്റെ അമ്മയാ? അതെ, ആരാ? അപ്പു ഒന്നും പറഞ്ഞില്ലായിരുന്നോ? ഇല്ല. ഛേ, എന്റെ അപ്പു, ഞാൻ പറഞ്ഞതല്ലേ കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ടാവുന്നു. എന്നിട്ട് അക്കാര്യം അമ്മയോട് പോലും പറയാതെയാണോ എന്നോട് വരാൻ പറഞ്ഞേ? ഓ, എന്തൊരു യാത്രാക്ഷീണം. ഞാൻ ആരാ ഏതാന്നൊക്കെ പിന്നീട് ചോദിച്ച് മനസ്സിലാക്കാലോ. ഇപ്പൊ അമ്മ വന്നേ, എന്റെ റൂമൊന്ന് കാണിച്ചതാ. വാ അമ്മേ. എന്താ കുട്ടിയുടെ പേര്? എന്താ അമ്മേ, ഇത്രയും ദൂരെ യാത്ര ചെയ്ത് തളർന്നു വന്ന ഒരു ഗസ്റ്റിനോട് ഇങ്ങനെ ബിഹേവ് ചെയ്യാ? ഞാൻ ഇവിടെ തന്നെ ഇല്ലേ? നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാനും മനസ്സിലാക്കാനും ഇനി എത്രയോ സമയങ്ങളുണ്ട്. അതിനിടയിൽ അമ്മ ഇങ്ങനെ ധൃതി പിടിച്ചാൽ എങ്ങനാ? അല്ല, അപ്പൊന്നും പറഞ്ഞില്ല. ആരാന്നൊരു രൂപവും ഇല്ലാതെ. അപ്പു എല്ലാം പറയും. അമ്മയൊന്ന് അറിയേണ്ട രീതിയിൽ ചോദിച്ചാ മതി. എന്നിട്ടും പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എന്താ, പോരെ? അപ്പൂനെ എങ്ങനെ പരിചയം? കുട്ടിയുടെ വീടെവിടെയാ? എന്നെ വെറുതെ വിടാൻ അമ്മയ്ക്ക് ഭാവമില്ലല്ലേ? ഞാനേ തളർന്നു വരിക. അമ്മയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാനുള്ള ശക്തി പോലും എനിക്കിപ്പ ഇല്ല. എന്ന് കരുതി വീട്ടിലൊരാൾ കയറി വരുമ്പം ആരാ എന്താന്നൊക്കെ അറിയണ്ടേ മോളെ? അറിയണം. വിശേഷിച്ച് പരിചയമില്ലാത്ത ഒരാൾ വരുമ്പോ അയാളുടെ ഭൂതവും ഭാവിയും വർത്തമാനവും ഒക്കെ അറിയണം. അതൊരു തെറ്റല്ല. പക്ഷേ കയറി വരുന്ന ആളിന് പ്രത്യേകിച്ച് മേൽവിലാസം ഇല്ലെങ്കിലോ? അപ്പൊ പിന്നെ അയാൾ എങ്ങനെയാ സ്വന്തം ഡീറ്റെയിൽസ് മറ്റുള്ളവരുടെ മുന്നിൽ വിളമ്പുന്നത്? കുട്ടി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അമ്മയ്ക്കെന്നല്ല ആർക്കും മനസ്സിലാവില്ല. കാരണം ഞാൻ പറയുന്നത് മലയാളമല്ലല്ലോ, മറാത്തിയല്ലേ. അമ്മയെന്താ പേടിച്ചു പോയോ? പേടിക്കണ്ടെന്നേ. ഞാൻ ഇവിടെ ഇത്ര അധികാരം എടുക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഇത് അപ്പുന്റെ വീടായതുകൊണ്ടാ. അപ്പുന്റെ വീടെന്ന് പറയുമ്പോ ഇത് എനിക്കെന്റെ സ്വന്തം വീട് പോലാ. ഞങ്ങള് തമ്മില് അത്രയ്ക്ക് ബന്ധാ. എന്നിട്ടും കുട്ടിയുടെ ഊരും പേരും ഒന്നും പറഞ്ഞില്ല. ഓ, അമ്മയുടെ ഒരു കാര്യം. അമ്മയ്ക്ക് എന്റെ ഊരും പേരും അറിഞ്ഞാ മതിയല്ലോ. വാ പറയാം. വാ, ഇവിടെ നിക്ക്. എന്തിനാ പോട്ടാ അവൾ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നത്? നീ ഒന്ന് പോകുന്നുണ്ടോ? ഇപ്പൊ എനിക്ക് കുറച്ച് സ്വസ്ഥത വേണ്ടത്. വേണ്ട, ബാക്കിയുള്ളവരുടെ സ്വസ്ഥത നശിപ്പിച്ചിട്ട് അപ്പയുടെ മാത്രം അങ്ങനെ സ്വസ്ഥത അനുഭവിക്കണ്ട. പറ, ആരാ അവള്? എന്താ അപ്പൂട്ടനായിട്ട് അവൾക്ക് ബന്ധം? ഞാനന്ന് ചോദിച്ചപ്പോ ഇവളെ അറിയില്ലെന്നല്ലേ പറഞ്ഞത്?
ഇപ്പൊ അറിയാത്തവൾ എന്തിനാ വീട്ടിൽ കയറി വന്ന് താമസിക്കുന്നേ? എന്താ അവളുടെ ഉദ്ദേശം? അപ്പുവേട്ടനൊത്തിരി ഉരുണ്ട് കളിക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ അപ്പുവേട്ടൻ ഭയക്കുന്ന എന്തോ ഒന്നുണ്ട്. അതെന്താണെന്നാ ചോദിച്ചത്. അത് മായ, എനിക്ക് ബോംബെയിൽ ആശ്രയത്തിനുണ്ടായിരുന്ന കുടുംബത്തിലെ കുട്ടിയാ. അവൾ ഇവിടെ എന്തോ ഒരു ആവശ്യമായിട്ട് വന്നതാ. കുറച്ച് ദിവസം ഇവിടെ താമസിക്കും, അത് കഴിഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്യും. അത്രേ ഉള്ളൂ. അല്ലാതെ മറ്റൊരു ബന്ധവും ഞാനും അവളും തമ്മിലില്ല. ഞാനിത് വിശ്വസിക്കില്ല. അപ്പുവേട്ടൻ എന്നോട് കള്ളം പറയാ. അപ്പുവേട്ടൻ അവളുമായി എന്നോട് പറയാൻ കഴിയാത്ത എന്ത് ബന്ധമുള്ളത്? പറ, ഞാൻ കൂടി അറിയട്ടെ. അവൾ ആരാ അപ്പുവേട്ടന്റെ? എനിക്കറിയണം. ഒന്നുമില്ലാതെ എന്നെ കുറിച്ച് ഓരോരുത്തർ ഓരോരോ കെട്ടുകഥകൾ ഉണ്ടാക്കി പറഞ്ഞപ്പോ അതൊക്കെ അപ്പടി വിശ്വസിക്കുകയും എന്നെ ശാസിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്ത ആളാ അപ്പുവേട്ടൻ. സ്വന്തം കാര്യം വന്നപ്പോ എന്തിനാ മൗനം നടിക്കുന്നത്? അപ്പുവേട്ടൻ എന്റെ കഴുത്തിൽ കെട്ടിയ താലിയുടെ അധികാരത്തിലാ ചോദിക്കുന്നത്. എന്റെ ഭർത്താവിനെ അന്വേഷിച്ചു വന്ന് ഈ വീട്ടിൽ താമസം തുടങ്ങിയ പെൺകുട്ടി ആരാണെന്ന് എനിക്ക് അറിഞ്ഞു തീരൂ. മായ, എന്നെ ഒന്ന് തൽക്കാലം ഒഴിവാക്കി വിട്. നീ ഇത്രയും ചോദ്യങ്ങൾ ഒരുമിച്ച് ചോദിക്കുമ്പോ എനിക്ക് ഉത്തരം പറയാൻ കഴിയില്ല. ഞാൻ ഒരുപാട് മാനസിക പ്രശ്നങ്ങളില്ല. പറയാം, എല്ലാം പറയാം. നീ എനിക്കൊരു അല്പം സാവകാശം താ. അറിയാനുള്ള നിന്റെ അവകാശത്തെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ എന്തു പക്ഷേ? ഈ കാര്യത്തിൽ അപ്പോട്ടിന് ഒരു ന്യായീകരണങ്ങളും പറയണ്ട. ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം മാത്രം അറിഞ്ഞാ മതി. മതിയോ? എന്നാ പറയാൻ മനസ്സില്ല. നീ പറഞ്ഞതിന്റെ അധികാരമല്ലേ, അത് വെച്ച് നിനക്ക് ചെയ്യാൻ കഴിയുന്ന എന്താന്ന് വെച്ചാൽ പോയി ചെയ്യ്. മനുഷ്യന് ഭ്രാന്തർത്തിക്കുക. അതിനിടയില അവളുടെ ഒരു വിസ്താരം. കൊള്ളാം, ഇനി ചോദിക്കില്ലല്ലോ അല്ലേ? എന്റെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഒഴിവാക്കി കിട്ടിയല്ലോ. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വിസ്തരിക്കാൻ വന്നത് തെറ്റ്. പാടില്ലായിരുന്നു അല്ലേ അപ്പൂട്ട്? അല്ല, എന്നതോ തനിക്ക് പറയാനുണ്ട്, അത്യാവശ്യമാണെന്നൊക്കെ പറഞ്ഞ് വിളിപ്പിച്ചേച്ച് താന് തന്നെതാടോ സ്വയം അങ്ങ് ആഘോഷിക്കാന്നു. രാമകൃഷ്ണൻ ഇന്ന് സ്വയം മറന്ന് ആഘോഷിക്കാനുള്ള ദിവസ. ജെയിംസിന് അറിയാലോ, രാമകൃഷ്ണൻ ഒറ്റയ്ക്കല്ല, നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാനുള്ള വിഷയമായത്. നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? ഈ രാമകൃഷ്ണൻ ഒത്തിരി നാളായി ഒത്തുകിട്ടിയ ഒരു കൊത്ത. എന്തോ സമയം നല്ലതാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. വല വീശുന്നതിന് മുമ്പ് വലയിൽ ഇങ്ങോട്ട് വന്ന് കൊളുത്തി. അല്ല, താൻ ചുറ്റിക്കളിയുടെ കാര്യം വല്ലതും ആന്നോ ഈ പറയുന്നേ? പിന്നെ അല്ലാതെ രാമകൃഷ്ണന് ജെയിംസിനോട് സംസാരിക്കാൻ വേറെ എന്താ വിഷയം? അല്ല, പൂ ഏതാ, നാടനാന്നോ അതോ ഫോറിനോ? നാടൻ. ആഹാ, പക്ഷേ മറുനാട്ടിൽ നിന്ന് ഇറക്കുമതി. പൂവെന്ന് പറഞ്ഞ നല്ല 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 അസൽ ചെമ്പകപ്പൂ, നല്ല തളിരി ഇതളൊക്കെ ആയിട്ട്. താനൊന്ന് കാണണോടൂ. ഓ, താൻ വെറുതെ നിർത്തി കൊതിപ്പിക്കേണ്ട കാര്യങ്ങൾ വസൂലാക്കേണ്ട രാമേഷ. എന്നതാ അതിനൊരു തടസ്സം? പണമാന്നോ അതോ സ്ഥലമാന്നോ? പറ. അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. പിന്നെ എന്നതാടോ? താനുള്ളപ്പോ അതിന് രണ്ടിനും വിഷമം ഇല്ലെന്നും അറിയാം രാമകൃഷ്ണന്. എങ്കിലും ഇന്ന് പരിചയപ്പെട്ടിട്ട് ഇന്ന് എന്നെ കാര്യത്തിലോട്ട് കടന്ന കൈവിട്ടു പോവോന്നൊരു പേടി. ഓ, പോകുന്നത് പോട്ടെ രാമേഷ. ഈ കാര്യത്തിൽ കാലവും നേരവും ഒക്കെ നോക്കി നിന്നാലേ കൈ കിട്ടിയതും കാറ്റേ പറന്നങ്ങ് പോവും. അത് ഓർത്താ നന്ന്. താനിതെന്താ പറയുന്നത്? തനിക്ക് അവിടെ ഫോൺ നമ്പർ ഉണ്ടോ? എന്നാ വിളിച്ച് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കടോ. മറ്റൊരു അറേഞ്ച്മെന്റ്സും താൻ അറിയണ്ട. വെച്ച് താമസിപ്പിക്കാതെ വിളിക്ക്. അത് വിളിക്ക് രാമേഷ. വിളിക്കല്ലേ?